അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റ് 27 സെക്കൻഡിൽ അവസാനിപ്പിച്ചു. അഭിസംബോധനയ്ക്ക് പിന്നാലെ അവസാന ഖണ്ഡിക മാത്രമാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത്. ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കർ വരെ അമ്പരന്നു. ഗവർണർ നിയമസഭയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. നിയമസഭാ നടപടികൾ ഇന്നത്തേക്ക് അവസാനിക്കുകയാണ്. ഗവർണർ സർക്കാർ പോര് രൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം എങ്ങനെയായിരിക്കുമെന്നുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. ആ ആകാംക്ഷയ്ക്ക് വിരാമമാവുകയാണ്. സർക്കാർ ഗവർണർ പോര് അതിൻ്റെ ഏറ്റവും രൂക്ഷതയിലാണ് ഉള്ളത് എന്ന് ഒന്നുകൂടി വെളിവാക്കുന്നതായിരുന്നു ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗ അവതരണം. അമൽ തേനമ്പറമ്പിലേക്ക് പോന്നു. അമൽ, നേരത്തെ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി സഭയിലേക്ക് എത്തി. പിന്നീട് പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് 27 സെക്കൻഡിൽ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങുകയും ചെയ്തു. രാജ്ഭവനിലേക്കാണോ മടക്കം, അതോ മറ്റെന്തെങ്കിലും പരിപാടിയുണ്ടോ? അഞ്ജിത, ഗവർണർ ഇതിനോടകം തന്നെ രാജ്ഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗവർണറുമായുള്ള വാഹനവ്യൂഹം 9 മണിയായപ്പോൾ തന്നെ ഇവിടെ നിന്നും പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗവർണറുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടാൻ ശ്രമം നടത്തി. പക്ഷേ ഗവർണർ സഭാ കവാടത്തിന് മുന്നിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഗവർണർ നേരെ രാജ്ഭവനിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഗവർണർക്ക് മറ്റ് പൊതുപരിപാടികളില്ല. നാളെ പൊതുപരിപാടികളുണ്ട്. ആ പൊതുപരിപാടിയിൽ ഗവർണർ തന്റെ നിലപാട് വിശദീകരിക്കും, വ്യക്തമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9:40 രാജ്ഭവനിൽ നിന്നും പോകുന്ന ഗവർണർ 8:40 രാജ്ഭവനിൽ നിന്നും പോകുന്ന ഗവർണർ പിന്നീട് 9 മണിയായപ്പോൾ സഭയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുവിടുന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 63 പേജുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാനത്തെ ഖണ്ഡിക മാത്രം വായിച്ച് സർക്കാരിനോടുള്ള തന്റെ എല്ലാ നീരസവും പ്രകടിപ്പിച്ചാണ് ഗവർണർ ഇവിടെ നിന്നും മടങ്ങുന്നത്. മാധ്യമങ്ങളോട് കൈവീശി കാണിച്ച സഭാ കവാടത്തിന് മുന്നിലൂടെ ഗവർണറുടെ വാഹനം 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ 10 മിനിറ്റ് സമയം മാത്രമേ എടുത്തുള്ളൂ എന്നുള്ളതാണ്. അകത്തേക്ക് കടന്നുപോയി അവിടെ എത്തി നടപടിക്രമങ്ങൾ മാത്രം, ഭരണഘടനാപരമായ തന്റെ ഉത്തരവാദിത്തം മാത്രം നിറവേറ്റി ഗവർണർ തന്റെ നീരസമെല്ലാം സർക്കാരിനോടുള്ള പ്രകടിപ്പിച്ച് ഗവർണർ ഇപ്പോൾ രാജ്ഭവനിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി ഗവർണറുടെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്, വിശദീകരണം എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, ഈ പ്രഖ്യാപന പ്രസംഗത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നയപ്രഖ്യാപനത്തിൻ്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്മി ഗ്രാൻഡിൽ വന്ന കുറവും സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നുള്ള കടമെടുപ്പ് പരിധിയും, അതാണ് കേന്ദ്രത്തിനെതിരെ സമരത്തിലേക്ക് പോവുകയാണ് സർക്കാർ. ഡൽഹിയിൽ സമരം നടത്തും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിഷയമടക്കം ബജറ്റിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതടക്കമുള്ള കേന്ദ്രം സംസ്ഥാനത്തിനെതിരെ ഈ സാമ്പത്തിക വിഷയത്തിൽ നീങ്ങുന്നതടക്കമുള്ള വിഷയങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കേരള മോഡലിനെ പറ്റി കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. നവകേരള സദസ്സും നവകേരള യാത്രയും എല്ലാം വലിയ വിജയം എന്നാണ് ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കൃത്യമായ നിലപാട് ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. അതടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ സാധാരണ നിലയിൽ വായിക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും വായിക്കാതെയാണ് ഗവർണറുടെ നിയമസഭയിൽ നിന്നുള്ള മടക്കം. ഇപ്പോൾ എന്തായാലും ഗവർണർ രാജ്ഭവനിലേക്ക് പോയിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും എന്നറിയാനാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. പൊതുപരിപാടികൾ മുഖ്യമന്ത്രിക്കടക്കം ഇന്ന് തലസ്ഥാനത്തുണ്ട്. കെ മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്യുന്ന ചടങ്ങടക്കമുണ്ട്. അതിൽ ഒക്കെ എത്തുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഈ അതൃപ്തി പ്രകടിപ്പിച്ചുള്ള മടക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അഞ്ജിത. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർ നിയമസഭയിൽ നിന്ന് രാജ്ഭവനിലേക്കാണ് മടങ്ങിയത്. അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതികരണം എന്താകുമെന്ന് വരും മണിക്കൂറുകൾ അറിയാം. 1 മിനിറ്റ് 27 സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അതിൻ്റെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഗവർണർ സഭ വിട്ടിറങ്ങി. സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ്. ആ പോരിൻ്റെ ആഴം കൂടുതലാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗ അവതരണം. അത് അവതരണം എന്ന് പോലും പറയാൻ കഴിയില്ല. അസാധാരണമായ നീക്കമാണ് ഗവർണർ സഭയിൽ നടത്തിയത്. എല്ലാവരെയും അമ്പരപ്പിച്ചു. 1 മിനിറ്റ് 27 സെക്കൻഡ് മാത്രമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ അവസാന ഖണ്ഡിക വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവർണർ വായിച്ച് തുടങ്ങിയത്. അതുമാത്രമല്ല, ഗവർണറെ മുഖ്യമന്ത്രി സഭയിലേക്ക് ആനയിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖം നൽകുന്നു പോലും ഉണ്ടായിരുന്നില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂച്ചെണ്ട് വാങ്ങി മുഖത്ത് നോക്കാതെ സഭയിലേക്ക് വരികയായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സഭ വിട്ടിറങ്ങുകയും ചെയ്തു. മാധ്യമങ്ങളുടെ ചോദ്യത്തിനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി നൽകിയില്ല.